ഈ വീടിൻ്റെ കീ ഏറ്റുവാങ്ങുന്നവർക്ക് 2 ലക്ഷം റുപ്യ സാധനങ്ങൾ മേടിക്കണ്ടേ, ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. പത്ത് വീട് കൂടി ഞാൻ കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക. സമയം വൈകരുത്. ഹോപ്പ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 10 കുടുംബങ്ങൾക്ക് കൂടി തന്റെ വകയായി വീട് നൽകുമെന്ന പ്രഖ്യാപനവുമായി ലുലു ഗ്രൂപ്പ് ചെയർമാനും മനുഷ്യസ്നേഹിയുമായ എം എ യൂസഫ് അലി. നിർധനരായ 4 കുടുംബങ്ങൾക്ക് എം എ യൂസഫ് അലിയുടെ വകയായി നൽകിയ വീടിന്റെ താക്കോൽ കൈമാറിക്കൊണ്ടായിരുന്നു ലുലു ഗ്രൂപ്പ് ചെയർമാന്റെ പുതിയ പ്രഖ്യാപനം. 24 ചാനലിന്റെ വാർഷിക വേദിയിൽ ലുലു ഗ്രൂപ്പ് ചെയർമാൻ നൽകിയ വാക്കാണ് കഴിഞ്ഞ ദിവസം നിറവേറ്റിയത്. അർഹതപ്പെട്ടവരെ ചാനൽ കണ്ടെത്തി അവരിലേക്ക് എത്രയും വേഗം വീട് എത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് കേരളത്തിലെമ്പാടും വീടിനു വേണ്ടി വിഷമിക്കുന്ന ഒരുപാട് ആളുകൾ, റൊട്ടി മക്കാൻ കപ്പട എന്ന് വടക്കേ ഇന്ത്യക്കാർ പറയുന്ന മക്കാൻ വീടിന് വേണ്ടി ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ 5 വീട് കഴിഞ്ഞു. അടുത്ത പ്രാവശ്യം സ്കൂളിൽ വേണ്ടേ? അപ്പോൾ 2 കാര്യം ഞാൻ ഇപ്പം എൻ്റെ കേരളത്തിലെ ഫൈനാൻസ് നോക്കുന്ന പീതാംബരൻ നായർ 29 കൊല്ലമായി എൻ്റെ കൂടെ, അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഈ വീടിൻ്റെ കീ ഏറ്റുവാങ്ങുന്നവർക്ക് 2 ലക്ഷം റുപ്യ സാധനങ്ങൾ മേടിക്കണ്ടേ, ഫർണിച്ചറോ സാധനങ്ങളോ മേടിക്കാൻ അവർക്ക് കൊടുക്കാൻ പറഞ്ഞു. ഒരു 10 വീട് കൂടി നിങ്ങൾ തന്നെ അവിടെ ഉണ്ടല്ലോ, അവരെ തന്നെ ഏൽപ്പിക്കാം. ഇപ്പോൾ വീടിന്റെ താക്കോൽ കൈമാറിയ 4 കുടുംബങ്ങൾക്കും വീടിന് ആവശ്യമായ ഗൃഹോപകരണങ്ങൾ വാങ്ങാനായി 2 ലക്ഷം രൂപ കൂടി നൽകുമെന്നും അദ്ദേഹം ചടങ്ങിൽ പ്രഖ്യാപിച്ചു. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശികളായ ആർദ്ര, അർജുൻ എന്നീ സഹോദരങ്ങൾക്കും കോട്ടയം സ്വദേശിയായ അലീന എന്ന പെൺകുട്ടിക്കും കായംകുളം പത്തിയൂർ സ്വദേശിയായ രജിത്രയ്ക്കും കരിയിലക്കുളങ്ങര സ്വദേശിയായ തനീഷ്, സിമി ദമ്പതികൾക്കുമുള്ള വീടാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ കഴിഞ്ഞ ദിവസം നൽകിയത്. വീടിന്റെ താക്കോൽ കൈമാറിയപ്പോൾ ഉള്ളിൽ തട്ടിയ നന്ദി പറച്ചിലും കണ്ണീരണിഞ്ഞ വാക്കുകളുമായിരുന്നു കുടുംബങ്ങൾക്കും പറയുവാനുണ്ടായിരുന്നത്. നിലാരംബരായവരെ സഹായിക്കുകയും സഹജീവികളെ ചേർത്ത് നിർത്തുകയും ചെയ്യുകയാണ് മനുഷ്യന്റെ കടമയും ഉത്തരവാദിത്വമെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പ്രതികരിച്ചു. ആലപ്പുഴ, തൃശൂർ, കോട്ടയം ജില്ലകളിലെ അർഹതപ്പെട്ട 4 കുടുംബങ്ങളിലേക്കാണ് യൂസഫ് അലി നൽകിയ വീടെത്തിയത്. വാർത്തകളിലൂടെ ഇടപെടലുകൾ എത്തുമ്പോൾ നിർധനരായ ഒരുപാട് പേരെ സഹായിക്കാൻ സാധിക്കും. അങ്ങനെ കണ്ടെത്തിയ അർഹതപ്പെട്ട കൈകളിലേക്കാണ് വീട് താൻ സമ്മാനിക്കുന്നതെന്നും എം എ യൂസഫ് അലി വ്യക്തമാക്കി. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കേണ്ടത് നിങ്ങളാൾക്കാർ ചെയ്യാത്തത്. എൻ്റെ ആളുകളെ ഞാനിത് ഏൽപ്പിച്ചാൽ എനിക്ക് അവരെ വിശ്വാസക്കുറവ് കൊണ്ടല്ല, അത് അവർ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ എന്തെങ്കിലും 1% പ്ലസ് ആൻഡ് മൈനസ് വന്നാൽ അത് വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കുകയാണ്. കാരണം അത് ചിലപ്പോൾ അത് കമ്മ്യൂണലാവാം, റിലീജിയസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ആൾക്കാർക്കാകാം. അപ്പോൾ ഇതേമാതിരി മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവരതിൻ്റെ കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് അർഹതപ്പെട്ടവർക്ക് അവർ കൊടുക്കും എന്നുള്ള ഉത്തമ വിശ്വാസം കൊണ്ടാണ് ഞാനിത് 10 വീട് കൂടി ഞാൻ 24 ന്യൂസ് കേൾപ്പിക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഉടൻ തന്നെ പണി പൂർത്തിയാക്കുക. സമയം വൈകരുത്. അതിന് എന്നെ അസറ്റ് സഹായിക്കണം, പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണം. കാരണം ഈ കാത്തിരിപ്പ്, ഹോപ്പ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം അതിനുവേണ്ടി പരിശ്രമിക്കുകയും അവസാനിപ്പിക്കുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും പ്രത്യേകം ഉടൻ ചെയ്യണം. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും സഹോദര്യത്തിനും അടുപ്പത്തിനും ഞാൻ അന്നും ഇന്നും എപ്പോഴും കേരളീയനാണ്. കേരളത്തിൻ്റെ ഏത് പ്രശ്നങ്ങളിലും എൻ്റേതായ രീതിയിലും രൂപത്തിലും ഭാവത്തിലും ഞാൻ ഏത് സമയത്തും തയ്യാറാണ്. ഇന്ത്യയുടെ പൊതുവായ പ്രശ്നത്തിലും പല കാര്യങ്ങളിലും അന്നിപ്പോൾ ഇങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ രാജ്യം ഇനിയും പുരോഗമിക്കണം. ഹുബ്ബുൽ വത്തൻ മിനൽ ഈമാൻ, നിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നിൻ്റെ രാജ്യത്തെ സ്നേഹിക്കുക എന്നത്. രാജ്യത്തെ സ്നേഹിക്കുക എന്നത് രാജ്യത്തുള്ളവരെയും രാജ്യത്തിനു വേണ്ടിയും രാജ്യത്തെ സ്നേഹിക്കുക, അതോടൊപ്പം രാജ്യത്തിൽ താമസിക്കുന്നവരെയും സ്നേഹിക്കുക. അതേത് മതവിഭാഗങ്ങളിൽപ്പെട്ടവരായാലും ഏത് നിറങ്ങളിൽപ്പെട്ടവരായാലും അതൊന്നൊരു പ്രശ്നമല്ല. ആയതുകൊണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക്, ഭാവി തലമുറയ്ക്ക് ഭാസുരമായൊരു രാജ്യം നമ്മുടെ ബാധ്യത കൂടിയാണ്.
ആ രാജ്യം അവർക്കും സന്തോഷകരമായി ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കണം നമ്മളെല്ലാവരും കൂടിയാണ്. ആയതുകൊണ്ട് ഈ 5 ട്രില്യൺ എക്കോണമിയിലേക്ക് പോകുന്ന ഈ രാജ്യത്തിലെ എല്ലാ രീതിയിലും നമ്മൾ സഹകരിക്കാം. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് MA യൂസഫ് അലിയും ലുലു ഗ്രൂപ്പും നടത്തുന്നത് മാതൃകാപരമായ പ്രവർത്തനമാണെന്ന് 24 ചാനൽ മേധാവി ശ്രീകണ്ഠൻ നായരും പ്രതികരിച്ചു. ഒരുപക്ഷെ 10-25 രാജ്യങ്ങളിൽ അദ്ദേഹത്തിന്റെ വ്യാവസായിക സാന്നിധ്യം അദ്ദേഹം ഉറപ്പുവരുത്തുമ്പോഴും അദ്ദേഹം ഒരു കാര്യം നിർബന്ധം പിടിക്കുന്നു. അതായത് മൂല്യങ്ങൾ വിട്ടൊരു കളിയില്ല. മൂല്യങ്ങൾ വിട്ട് കളിക്കുന്ന ആളിനെ പടച്ചോൻ വെറുതെ വിടില്ല എന്ന വിശ്വാസക്കാരനാണ് ശ്രീ MA യൂസഫ് അലി. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കുറെ അധികം അസംഖ്യം സാധുക്കളായ ജനങ്ങളെ സഹായിക്കാൻ അദ്ദേഹം യത്നിച്ചിട്ടുണ്ട്. പത്തനാപുരം ഗാന്ധി ഭവനിലൊക്കെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് എല്ലാ ദിവസവും പറഞ്ഞു കേൾക്കും. കാര്യം ആരുമില്ലാതെ ഒരു ഗാന്ധി ഭവൻ പോലെ ഒരു അനാഥാലയത്തിലേക്ക് തള്ളപ്പെട്ട അഭയകേന്ദ്രമാണ് ഗ്രൂപ്പും MA യൂസഫ് അലിയും എന്ന്. നമുക്ക് 5 വീടുകളാണ്. അതിൽ വയനാട്ടിലെ ഒരു വീടിന്റെ ഒരു ലാൻഡ് കണ്ടെത്തിയപ്പോൾ ലാൻഡിൽ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പം നമ്മൾ ലാൻഡ് മാറി 5ാമത്തെ വീടിന്റെ പണി അവിടെ തുടങ്ങിയിട്ടുണ്ട്. 4 വീടുകൾ പൂർത്തിയായി. ഈ 4 വീടുകൾ പൂർത്തിയാകുമ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷത്തോടെ വെളിപ്പെടുത്താൻ കഴിയുന്നത് അത് സാധാരണ ഈ കാരുണ്യ പദ്ധതി അനുസരിച്ച് നിർമ്മിക്കുന്ന വീടുകളല്ല. ശ്രീ MA യൂസഫ് അലി കാണിച്ച മഹാമനസ്കതയ്ക്കും അദ്ദേഹത്തിന്റെ ഈ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടപെടണമെന്നുള്ള അദ്ദേഹത്തിന്റെ ചിന്തയ്ക്കുമൊക്കെ എപ്പോഴും ഞങ്ങൾ കൂടെ ഉണ്ടാകും. അദ്ദേഹം നമുക്കൊരു കുടുംബാംഗം പോലെയാണ് നമ്മൾ ചുരുക്കത്തിൽ പറഞ്ഞാൽ. കാരണം അദ്ദേഹത്തെ ഒരു വ്യവസായ പ്രമുഖൻ എന്നൊക്കെ ചാനലിലൂടെ ഞാൻ ചിലപ്പോഴൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും അതിനപ്പുറം നമുക്കറിയാവുന്ന ഒരു MA യൂസഫ് അലിയുണ്ട്. അത് നമ്മുടെ സാഹിത്യ ഭാഷയിലൊക്കെ പറഞ്ഞാൽ ഒരു സ്വകാര്യ അഹങ്കാരമാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ അഭിമാനമാണ് ശ്രീ MA യൂസഫ് അലി. അതായത് ഇന്ത്യ എന്ന് പറയുന്ന ഈ ലോകത്തെ തന്നെ ഒരു വൻകിട ശക്തികളൊന്നായി മാറിയിട്ടുള്ള ഇന്ത്യക്ക് എന്ത് ആവശ്യം വരുമ്പോഴും ഡൽഹിയിലേക്ക് ഓടിയെത്തുന്ന ഒരു ഭാരതീയൻ കൂടിയാണ് MA യൂസഫ് അലി. യൂസഫ് അലിയുടെ വാക്കുകൾ കേൾക്കാൻ ഇന്ന് ലോകത്തിലെ പല രാജ്യങ്ങളും കാതോർക്കുന്നു എന്നതുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്രത്തിന് പോലും MA യൂസഫ് അലിയുടെ വാക്കുകൾക്ക് പ്രസക്തിയുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.